ഹലോ എവ്രിവൺ, ഐ എം സമീറ അജ്മൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സഹോദയ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. അപ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോ സിലബസ് ഒക്കെ ഇട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ UKGയുടെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ UKGയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എക്സാം 1.5 മണിക്കൂർ എക്സാമാണ്, 100 മാർക്കാണ്. 100 മാർക്കിൻ്റെതാണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ ലോവർ കേസ് ലെറ്റർ ദറ്റ് കംസ് ആഫ്റ്റർ ദ റിട്ടൺ ലെറ്റർ. അപ്പോൾ ഇവിടെ ഓൾറെഡി ബോക്സിൻ്റെ സൈഡിലായിട്ട് സ്മോൾ ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, ലോവർ കേസ് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന ലെറ്റർ ആണ് ബോക്സിൽ എഴുതേണ്ടത്. ഓക്കെ, ഓരോന്നിനും ഹാഫ് മാർക്ക് ഇതാണ്, മൊത്തം 4 മാർക്കിൻ്റെതാണ് ചോദ്യം. ഓക്കെ, അപ്പം എ എന്ന് കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ ഏതാണ് വരുന്നത്? ബി. അത് സ്മോൾ ലെറ്റർ തന്നെ എഴുതണം. അടുത്ത ബി. അടുത്തത് ഇ ഉണ്ട്. ഇ കഴിഞ്ഞിട്ട് ഏത് ലെറ്റർ ആണ് വരുന്നത്? എഫ് എഴുതണം. എച്ച് കഴിഞ്ഞിട്ട് ഐ, എം കഴിഞ്ഞ് എൻ, പി കഴിഞ്ഞാൽ ക്യൂ എഴുതണം, എസ് കഴിഞ്ഞാൽ ടി എഴുതണം, പിന്നെ യു കഴിഞ്ഞാൽ വി എഴുതണം, വൈ കഴിഞ്ഞാൽ സെഡ് എഴുതണം. ഓക്കെ, ആ രീതിയിൽ അത് സ്മോൾ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ കളർ ദ വൊവൽസ് റെഡ്. ഈ ഇതിനകത്ത് വൊവൽസ് ഫൈൻഡ് ചെയ്തിട്ട് വൊവൽ സൗണ്ട്സ് കണ്ടെത്തി അതിന് റെഡ് കളർ കൊടുക്കാനാണ്. ഓക്കെ, എ, ഇ, ഐ, ഒ, യു 5 സൗണ്ട്സ് അല്ലെങ്കിൽ 5 ലെറ്റേഴ്സ്. ഓക്കെ, വൊവൽ ലെറ്റേഴ്സ് കളർ ചെയ്യുക. 5 മാർക്കാണ്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് സർക്കിൾ ദ കറക്റ്റ് വേർഡ്. ഓക്കെ, ഇവിടെ താഴെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഓരോ പിക്ചറും അത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിന് സർക്കിൾ ചെയ്ത് കൊടുക്കാനാണ്. ഈ കാണുന്ന പിക്ചറിൽ ആദ്യത്തെ പിക്ചറിൽ എന്താണ്? ഒരു ബിൻ ആണോ കാണുന്നത്, നിബ് ആണോ? കുട്ടികൾക്ക് തിരിച്ചറിയാൻ കഴിയണം. അപ്പോൾ അതിൻ്റെ സ്പെല്ലിങ്ങും കുട്ടികൾക്ക് ഫസ്റ്റ് ലെറ്ററൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് സർക്കിൾ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് കാണാം നിബ് ആണ് ആൻസർ. രണ്ടാമത്തേത് നട്ട് അല്ലെങ്കിൽ ഹട്ട്. ഇതിൽ ഏതാണ് ഈ പിക്ചറിൽ ഏതാണ്? നട്ടാണോ അതോ ഹട്ട് ആണോ? അപ്പൊ ഹട്ട് എന്ന കുടിലാണ് നമുക്ക് കാണുന്നത് അല്ലെ. അടുത്തത് നമുക്ക് ഒരു ഫാനിന്റെ പിക്ചർ ഉണ്ട് അല്ലെ. അപ്പൊ അത് മാൻ ആണോ ഫാൻ ആണോ? ഫാൻ സർക്കിൾ ചെയ്യാം. അടുത്തത് 10 ഓർ പെൻ. 10 എന്നുള്ളത് സർക്കിൾ ചെയ്യുക. അടുത്തത് പോട്ട് ഓർ ടോപ്പ്. പോട്ട് എന്നുള്ളത് സർക്കിൾ ചെയ്യുക. അപ്പൊ കുട്ടികളെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് എടുത്തിട്ട് തന്നെ ചെയ്യിപ്പിച്ച് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വന്തം ഇതേ രീതിയിൽ ചോദ്യം ഉണ്ടാക്കി കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ എളുപ്പമാകും. വെറുതെ ഇങ്ങനെ വീഡിയോ കാണിച്ച് അങ്ങനെ കൊടുക്കരുത്. പാരൻസ് ആദ്യം ഇത് മനസ്സിലാക്കി സ്വന്തം പിക്ചർ വരച്ച് ഓരോരോ വാക്സ് അവരുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള വേർഡ്സ്, അവരുടെ സിലബസിലുള്ള വേർഡ്സ് ഇതേ രീതിയിൽ കൊടുത്താൽ മതി. അടുത്ത പിക്ചേഴ്സ് കാണുന്നുണ്ട്. അത് എന്താണെന്ന് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എഴുതുകയാണ് വേണ്ട. മാപ്പാണ് ആദ്യത്തേത്, എം. അടുത്തത് ബാറ്റ്, ബി. സൺ, എസ്. കോട്ട്, സി. പിന്നെ എഗ്, ഇ. അടുത്തത് റൈറ്റ് 2 റൈമിംഗ് വേർഡ്സ് ഫോർ ഈച്ച് ഓഫ് ദി ഗിവൺ വേർഡ്. താഴെ 2 വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പിന്നെ റൈമിംഗ് വേർഡ്സ് എഴുതാനാണ്. എന്താണ് ഈ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്? അതായത് വേർഡ്സിന്റെ ലാസ്റ്റ് സൗണ്ട് ഒരേപോലെ അവസാനിക്കുന്ന വേർഡ്സ്, അതാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഇപ്പം മാറ്റിന് നമുക്ക് 2 സൗണ്ടിലാണ് അവസാനിക്കുന്നത്. അതേ സൗണ്ടിൽ അവസാനിക്കുന്ന 2 വേർഡ്സും കൂടെ എഴുതാനാണ്. ക്യാറ്റ്, സാറ്റ്, അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പോൾ 2 അവസാനിക്കുന്ന സൗണ്ടിലുള്ള വേർഡ്സ് എഴുതുക. അടുത്ത് ഫൺ. ഫൺ എന്ന് പറയുമ്പോൾ സൗണ്ടിൽ അവസാനിക്കുന്ന അതേ റൈമിംഗ് വേർഡ്സ് വരുന്ന വേറെ 2 വാക്കുകൾ എഴുതാനാണ്. അടുത്തത് ഫൺ. ഓക്കെ, ഫൺ, സൺ. ഇനി അടുത്തത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വേർഡ് റൈമിംഗ് വേർഡ്സ് കമന്റ് ചെയ്യാം. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നെയിം ദ പിക്ചർ ആണ്. താഴെ കുറെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിന്റെ പേര്, ആ ആനിമൽസിന്റെ പേര് മുകളിലെ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ശരിയായത് ചൂസ് ചെയ്യുക. ക്രോ, രണ്ടാമത്തേത് ടൈഗർ, റാറ്റ്, നാലാമത്തേത് ലയൺ, ദെൻ ഫിഷ്. അടുത്തത് ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ മിസ്സിംഗ് ലെറ്റർ. പിക്ചർ നോക്കി അതിൽ മിസ് ചെയ്ത ലെറ്റർ. ഫസ്റ്റ് അത് ആൻഡ് എ മിസ്സിംഗ് ആണ്, ബിൻ എൻ മിസ്സിംഗ് ആണ്, പെൻ ഇ എന്ന ലെറ്റർ മിസ്സിംഗ് ആണ്. അടുത്തത് കപ്പ്, സി മിസ്സിംഗ് ആണ്, ബോൾ എൽ ലെറ്റർ. അടുത്തത് ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ കറക്റ്റ് വേർഡ് ഫ്രം ദി ഗിവൺ ജംബിൾഡ് ലെറ്റേഴ്സ്. ഓക്കെ, ഓരോ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ തന്നെ അതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ലെറ്റേഴ്സ് കറക്റ്റ് ഓർഡറിലല്ല, അത് ജംബിൾഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് കിടക്കുന്നത്. ശരിയാക്കി എഴുതുക എന്നുള്ളതാണ്.
അപ്പോൾ ആദ്യത്തെ എന്താണ് ട്രീ എന്നുള്ളതാണ്. അപ്പോൾ കുട്ടി ശരിയാക്കിയിട്ട് ട്രീ എന്നവിടെ എഴുതി കൊടുക്കണം. അടുത്തത് ഒരു ബസ്സാണ്, അതിൻ്റെ സ്പെല്ലിങ് താഴെ ജമ്പിൾഡ് കറക്റ്റ് ഓർഡറിലല്ലാതെ കൊടുത്തിട്ടുണ്ട്, ബസ് എന്ന് എഴുതുക. അടുത്തത് ഫ്ലാഗ്. ഓക്കെ, അടുത്തത് ഫിൽ ഇൻ ദ മിസ്സിങ് നമ്പർ. ഇവിടെ മിസ് ചെയ്ത നമ്പർ എഴുതാനാണ്. അപ്പോൾ മുകളിൽ അവിടെ 25 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 26, 27, 28, 29, 30, 31, 32. അപ്പോൾ കുട്ടികൾക്ക് ഈ രീതിയിലുള്ള പല നമ്പേഴ്സ് കൊടുത്ത് പാറ്റേൺ പൂരിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അടുത്തത് റൈറ്റ് എം ഫോർ മെനി, എൽ ഫോർ ലെസ്. അപ്പോൾ ഇതിൽ കൂടുതൽ ഏതാ? മെനി എന്ന് പറഞ്ഞാൽ കൂടുതൽ, ലെസ് എന്ന് പറഞ്ഞാൽ കുറവ്. ഈ സ്റ്റാർസ് ഏറ്റവും കൂടുതലുള്ളതിന് മെനി എം എന്ന ലെറ്റർ എഴുതി കൊടുക്കുക, ലെസ് ആണെങ്കിൽ എൽ എന്ന ലെറ്റർ എഴുതി കൊടുക്കുക. ആദ്യത്തേത് മറ്റേതിനേക്കാളും കുറവാണ്, അതുകൊണ്ട് എൽ എന്ന് എഴുതുക. സ്റ്റാർസ് കൂടുതലുള്ള അതിൻ്റെ താഴെ ബോക്സിൽ എം എന്ന് എഴുതി കൊടുക്കുക. അടുത്തതെന്ന് പറയുന്നത് അറേഞ്ച് ദ നമ്പേഴ്സ് ഇൻ അസെൻഡിങ് ഓർഡർ. അതായത് നമ്പേഴ്സ് താഴെ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് ചെറുതിൽ നിന്ന് വലുതിലോട്ട് എന്ന് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, 15, 16, 17, 18, 19, 20 ഈ ഓർഡറിലങ്ങ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക, ഇൻക്രീസിങ് ഓർഡർ. ഓക്കെ, അടുത്ത് കൗണ്ട് ആൻഡ് കളർ ദ കറക്റ്റ് നമ്പർ. എത്ര എണ്ണമാണോ അത് കൗണ്ട് ചെയ്ത് അത് എഴുതി അത് കളർ ചെയ്യുക. ആ കറക്റ്റ് കൗണ്ട് നമ്പർ വരുന്നിടത്ത് കളർ ചെയ്യുക. അത് തന്നെയാണ് തൊട്ട് താഴെയുള്ളത്. ഓക്കെ, അത് തന്നെയാണ് എടുത്തത് അല്ലേ. 3 പീക്കോക്ക് ഉണ്ട്, അപ്പോൾ 3 എന്നുള്ളിടത്ത് കളർ ചെയ്ത് കൊടുക്കുക. എത്ര ഫിഷിൻ്റെ എണ്ണി നോക്കുക, ആ എണ്ണത്തിനടുത്ത് കളർ ചെയ്ത് കൊടുക്കുക. അടുത്തത് മാച്ച് ദ ന്യൂമറൽസ് വിത്ത് ദെയർ നെയിംസ്. നമ്പേഴ്സ് താഴെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, അക്കത്തിൽ ഇപ്പുറത്തെ അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട് നെയിംസ്, നമ്പർ നെയിംസ് അല്ലേ. അപ്പോൾ അത് മാച്ച് ചെയ്യുക. ആദ്യത്തേത് 9 ആണ്, 9 ഇപ്പുറത്ത് നമ്പർ നെയിംസ് എഴുതി മാച്ച് ചെയ്യുക. 6, 4. അടുത്തത് റൈറ്റ് ദ നമ്പേഴ്സ് ദാറ്റ് കംസ് ബിഫോർ, ആഫ്റ്റർ, ഇൻ ബിറ്റ്വീൻ. ഓക്കെ, ആദ്യത്തേത് 32 അതിൻ്റെ ആഫ്റ്റർ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ ശേഷം ബോക്സ് വരുമ്പോൾ ആഫ്റ്റർ നമ്പർ 32ക്ക് ശേഷമുള്ള നമ്പർ ഏതാണ്? 33. അടുത്തത് ബിറ്റ്വീൻ നമ്പർ എഴുതാനാണ്. 18 തന്നിട്ട് നടുവിലൊരു കോളം വിട്ടിട്ടുണ്ട് 20, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള നമ്പർ 18, 19. ഓക്കെ, അടുത്തത് ബിഫോർ നമ്പർ എഴുതാനാണ്, അതായത് 50ൻ്റെ തൊട്ട് മുമ്പുള്ള നമ്പർ 49. അപ്പോൾ ഈ രീതിയിലും പ്രാക്ടീസ് കൊടുക്കുക. അടുത്തത് ടിക്ക് ദ കറക്റ്റ് ആൻസറാണ്. താഴെ കുറേ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അതിലൊരു ചോദ്യം തന്നിട്ടുണ്ട്, അതാരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ നേരെ ടിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഹൂ ഈസ് ദ പ്രസൻറ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? നിലവിലെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? മൂന്നാമത്തെ നമുക്ക് നരേന്ദ്ര മോദിയാണ്. അപ്പോൾ അതിൻ്റെ താഴെ ടിക്ക് ചെയ്യുക. അടുത്തത് വിച്ച് ഒബ്ജക്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് ദ റൂം? ഈ താഴെ പറയുന്ന പിക്ചറിൽ താഴെ കാണിക്കുന്ന പിക്ചേഴ്സിൽ ഏത് സാധനമാണ് നമ്മൾ റൂം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്? അതിൻ്റെ നേരെ. ഓക്കെ, ഫസ്റ്റത്തെ പിക്ചറാണ് റൂം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അടുത്ത് വിച്ച് ഈസ് അവർ നാഷണൽ ആനിമൽ? ഏതാണ് നമ്മുടെ ദേശീയ മൃഗം? ടൈഗർ. രണ്ടാമത് ഹൗ മെനി ഡേയ്സ് ആർ ദെയർ ഇൻ എ വീക്ക്? ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 7. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻഡോർ ഗെയിം? ഏതാണ് നമ്മൾ ഉള്ളിൽ അകത്ത് കളിക്കുന്ന ഗെയിം എന്ന് പറയുന്നത്? ഫുട്ബോൾ. രണ്ടാമത് ചെസ്, മൂന്നാമത്തെ ക്രിക്കറ്റ്. നമുക്കറിയാം ചെസ്സാണ് ഇൻഡോർ ഗെയിം. അടുത്തത് ഐഡൻറ്റിഫൈ ആൻഡ് ലേബൽ ദ പാർട്സ് ഓഫ് പ്ലാന്റ്. ഓൾറെഡി ബോക്സിൽ പാർട്സ് കൊടുത്തിട്ടുണ്ട്, ചെടിയുടെ ഓരോ ഭാഗത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അത് ആ ബോക്സിലേക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് തിരിച്ചറിഞ്ഞിട്ട് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ് പിന്നെ സ്റ്റെമ്മ്, ഫ്രൂട്ട്, റൂട്ട്, ഫ്ലവർ, ലീഫ് എന്നുള്ളത് മനസ്സിലാക്കി അതിൻ്റെ നേരെ മാർക്ക് ചെയ്ത് എഴുതി കൊടുക്കുക. അടുത്തത് മാച്ച് ദ ഫോളോയിങ്. ഒരു സൈഡിൽ ആരൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്, ഇപ്പുറത്തെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അത് ഐഡൻറ്റിഫൈ ചെയ്യുക. മദർ, ഫാദർ, ഗ്രാൻഡ് ഫാദർ, ഡോട്ടർ, സൺ, ഗ്രാൻഡ് മദർ. ഓക്കെ, അടുത്തത് സർക്കിൾ ദ ഓഡ് വൺ. ഒറ്റയാൻ കണ്ടെത്തിയത് സർക്കിൾ ചെയ്യണം. ആദ്യത്തേത് എന്താണ്? ഒരു ബോർഡ്, ചോക്ക്, പിന്നെ ഒരു മാച്ച് ബോക്സ് ആണ്, തീപ്പെട്ടിയാണ് കാണുന്നത്. അപ്പോൾ തീപ്പെട്ടിയാണ് ഒറ്റയാൻ എന്നുള്ളത് സർക്കിൾ ചെയ്ത് കൊടുക്കുക. അടുത്തത് സൺ, പിന്നെ ഒരു വെൽ, കിണറാണ്. പിന്നെ അടുത്തത് ഐ തിങ്ക് ഇറ്റ്സ് മൂൺ, ചന്ദ്രനാണെന്ന് തോന്നുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വെൽ എന്നുള്ളത് കിണർ സർക്കിൾ ചെയ്ത് കൊടുക്കുക. അടുത്തത് പൊട്ടാറ്റോ, ബനാന, ഗ്രേപ്സ്. ഇതിൽ ബനാന ഗ്രേപ്സ് ഫ്രൂട്ട്സ് ആണ്, അപ്പം പൊട്ടാറ്റോയ്ക്ക് നേരെ സർക്കിൾ ചെയ്ത് കൊടുക്കുക. അടുത്തത് സൈക്കിളാണ് സർക്കിൾ ചെയ്യേണ്ടത്. അടുത്തത് മാച്ച് ദ കറക്റ്റ് പെയർ. മാച്ച് ദ കറക്റ്റ് പെയർ: സോക്സ്, ഷൂസ്, ടേബിൾ, ചെയർ, ബാറ്റ്, ബോൾ, പോക്ക്, സ്പൂൺ. ഓക്കെ, അടുത്തത് സർക്കിൾ ദ ഒബ്ജക്റ്റ് ദാറ്റ് ആർ യൂസ്ഡ്
ടു ക്ലീൻ അവർ ബോഡി. നമ്മുടെ ശരീരം വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന താഴെ പറയുന്നതിൽ ഏത് വസ്തുക്കളാണ് അതിന് സർക്കിൾ ചെയ്യാനാണ്. അപ്പോൾ ആദ്യത്തേത് എനിക്ക് തോന്നുന്നു പേസ്റ്റ് ബ്രഷ്, അത് സർക്കിൾ ചെയ്യുക. പിന്നെ കോംബ്, പിന്നെ എന്താണ് താഴെ നെയിൽ കട്ടർ ഉണ്ട്, ഓക്കെ, അതും സർക്കിൾ ചെയ്യുക. ഓക്കെ, അടുത്തത് കംപ്ലീറ്റ് ദ പാറ്റേൺ ആണ്. ഇവിടെ ഫസ്റ്റ് ട്രയാങ്കിൾ, സർക്കിൾ, സ്ക്വയർ, പിന്നെ അതേ പാറ്റേൺ പിന്നെ റിപ്പീറ്റഡ് ആവുന്നുണ്ട്. ട്രയാങ്കിൾ, സർക്കിൾ, പിന്നെ സ്ക്വയർ വരച്ചു കൊടുക്കുക. അങ്ങനെ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് UKGയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറോ ക്ലാസ്സോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ദാറ്റ്സ് ഇറ്റ്. ഐ എം സമീറ അജ്മൽ സൈനിങ് ഓഫ്.